ഓരോ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്താനും പല കുടുംബത്തിന്റെ തീരാ ദുഃഖത്തിലേക്ക് ആ കുടുംബത്തെ കൊണ്ടെത്തിക്കാനും നമ്മളെന്ന മക്കളുടെ പിന്നാലെ കറുത്ത ശക്തികൾ മത്സരിച്ചോടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കൺമുൻപിലുള്ള കാലഘട്ടം. വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ട്വിറ്ററുകളും സോഷ്യൽ മീഡിയയും ഓരോ കുടുംബത്തിന്റെ അടിവേരും അറുത്തുകൊണ്ടിരിക്കുന്ന, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തെ അകറ്റിക്കൊണ്ടിരിക്കുന്ന, ചുണ്ടിലെരിയുന്ന സിഗരറ്റും മാടിക്കൊത്തുന്ന മുണ്ടും നാവിനടിയിൽ തിരികലും ഹീറോയിസമാണെന്ന് മക്കളുടെ മനസ്സിൽ കുത്തിവെക്കുന്ന അതിമാരകമായൊരവസ്ഥയിലേക്കാണ് മക്കളെ, നിങ്ങളെ ഇന്ന് ഈ കേരളക്കരയിലുള്ള കറുത്ത ശക്തികൾ കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ ഒരു യൂട്യൂബ് വ്ളോഗർ അദ്ദേഹത്തിന്റെ വാനൊന്ന് മോഡിഫൈ ചെയ്തതിന്റെ ഫലമായി RDO പിടിക്കുകയും പിന്നീട് RDO ഓഫീസിൽ ആ വ്ളോഗറും അദ്ദേഹത്തിന്റെ അനിയനും വല്ലാതെ അക്രമാസക്തരായപ്പോ അന്ന് ആ വീഡിയോ കണ്ട കേരളത്തിലെ പല മക്കളും എട്ടും പൊട്ടും തിരിയാത്ത 8 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള ചില മക്കൾ പറഞ്ഞു, ഞങ്ങളുടെ യൂട്യൂബ് വ്ളോഗറെ വിട്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ കേരളം കത്തിക്കും. അതിനേക്കാളേറെ ഇക്കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് മലപ്പുറം ജില്ലയിൽ ഒരു ഉദ്ഘാടനത്തിന് വന്ന് ക്വാളിറ്റി എന്തെന്ന് ചോദിച്ചാൽ ഭക്ഷണം ആമാശയത്തിന് പകരം ആസന്നത്തിലേക്കിടുകയും വ്യത്യസ്തമായ മുടിക്കോലങ്ങൾ പിരിച്ച് ഒരു തൊപ്പി വെച്ചു എന്ന കാരണം കൊണ്ട് തൊപ്പി എന്ന ഓമന പേരിട്ട യാതൊരു നിലവാരവുമില്ലാത്തൊരു ചെറുപ്പക്കാരന് വേണ്ടി ക്യൂ നിന്നത് ആയിരക്കണക്കിന് മക്കളായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം എത്രമാത്രം അപകടകരമായൊരവസ്ഥയിലേക്ക് നമ്മളെ മനസ്സുകളെ സ്വാധീനിക്കാൻ മീഡിയകൾക്ക് സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ള അക്രമങ്ങളും തോന്നിവാസങ്ങളും വ്യാപകമാകുമ്പോൾ മറുഭാഗത്ത് കുടുംബത്തിന് വേണ്ടി ജീവിച്ച് മരിക്കുന്ന മക്കളുമുണ്ട്. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ ചെന്നു. 19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കുട്ടി, +2 വിദ്യാഭ്യാസം കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിന് കാത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ തന്റെ കൂട്ടുകാരന്റെ ബൈക്കിൽ പോയപ്പോൾ ലക്ഷ്യം തെറ്റി വന്ന കള്ളു കുടിച്ച 2 ചെറുപ്പക്കാരുടെ ബുള്ളറ്റ് വന്നിടിക്കുകയും ഈ ഒരു 19 വയസ്സുള്ള ചെറുപ്പക്കാരൻ റോട്ടിൽ പൊലിഞ്ഞു മരിച്ചു പോകുകയും ചെയ്തപ്പോ അന്ന് ആ കുട്ടിയുടെ മയ്യത്ത് നിസ്കരിക്കാൻ ആ പള്ളിയിലേക്കും വീട്ടിലേക്കും എത്തിയത് ആ നാട് ഒന്നടങ്കമായിരുന്നു. നെഞ്ചുപൊട്ടിക്കരയുന്ന വാപ്പാന്റെ തോളത്ത് തട്ടി പലരും ആ വാപ്പനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ആ റാഷിദ് എന്ന മകന്റെ വാപ്പയാകാൻ പടച്ചോൻ തന്ന ഭാഗ്യമാ നിനക്ക്. കാരണം ജീവിച്ചിരിക്കുന്ന കാലത്തൊരാളോട് മോശമായി പെരുമാറാത്ത മകൻ, ജീവിച്ചിരിക്കുന്ന കാലത്തൊരു തോന്നിവാസത്തിനും അങ്ങാടിയിൽ കാണാത്ത മകൻ, ഓരോ വക്തിനും പള്ളിയിൽ കാണുകയും സ്വന്തം നാടിനും കുടുംബത്തിനും വേണ്ടി ചെയ്യാൻ സാധ്യമാകുന്നത്ര നന്മകൾ ചെയ്ത് ആ ചെറുപ്പക്കാരന് 6 അടി മണ്ണിൽ വെച്ച് 3 പിടി മണ്ണ് വാരിയിട്ട സർവരും പറഞ്ഞൊരു വാക്കുണ്ട്, പടച്ചോനെ ആ മകന്റെ കബറിങ്ങൊന്ന് വിശാലാക്കി കൊടുക്കണേ എന്ന്. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് വൈകുന്നേരം നിങ്ങളാണ് മരിക്കുന്നതെങ്കിൽ, നമ്മളാണ് പടച്ചറബിന്റെ അരികിലേക്ക് തിരിച്ചു പോകുന്നതെങ്കിൽ, എന്റെയും നിങ്ങളുടെയും മയ്യത്തിലേക്ക് 6 അടി മണ്ണിലേക്ക് 3 പിടി മണ്ണ് വാരിയിട്ട് ആര് പറയും, പടച്ചോനെ ഈ മകന്റെ കബറൊന്ന് വിശാലാക്കണേന്ന്, റബ്ബേ ആ കബറൊന്ന് ഇങ്ങി ഭംഗിയാക്കി കൊടുക്കണേന്ന്? ഇങ്ങനെ ഒരു ഭാഗത്ത് മക്കളെ സമൂഹത്തിന് ഉപകാരപ്പെടുത്തപ്പെടുമ്പോ മറുഭാഗത്ത് മീഡിയകളാൽ ജീവിതം നശിച്ചു പോകുന്ന മക്കളെയും നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാ? ഇന്ന് കേരളത്തിലെ പല സിനിമക്കാരും പറഞ്ഞു ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. സുപ്രസിദ്ധനായ ഒരു സിനിമാ നടന്റെ മകൻ അദ്ദേഹത്തിന്റെ ചാനൽ ഇന്റർവ്യൂവിൽ പറഞ്ഞു, ജീവിതം ആരുടെയും സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ളതല്ല, മാക്സിമം അടിച്ചു പൊളിച്ച് ജീവിക്കണം. അതിന് MDMA വേണോ? ഉപയോഗിക്കാം. അതിന് ബ്രൗഷർ വേണോ? ഉപയോഗിക്കാം. അതിന് കുടുംബത്തെ വിട്ട് ഇരുചക്ര വാഹനത്തിൽ ലോകമൊട്ടുക്കും സഞ്ചരിക്കണോ? പോകാം. പെണ്ണുകെട്ടലൊക്കെ ഒരു കണ്ണുകെട്ടി പിടിച്ചിടുന്നതിന് സമമാ എന്നൊക്കെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോ കേരളത്തിലെ പല മക്കളും തെറ്റിദ്ധരിച്ചു അതാ ജീവിതം. അല്ല മക്കളെ, ജീവിതത്തിനൊരർത്ഥമുണ്ട്. പിതാവിന്റെ ശ്രവിക്കപ്പെടുന്ന കോടിക്കണക്കിന് ബീജം അറിഞ്ഞിട്ടുണ്ടോ അതിനെപ്പറ്റി? ഉമ്മ വാപ്പനെ കല്യാണം കഴിച്ച് ആ വാപ്പ ഉമ്മാന്റെ ഗർഭപാത്രത്തിലേക്ക് നിങ്ങളെന്ന ബീജത്തിനെ സൃഷ്ടിക്കാൻ അല്ലാഹ് കൊടുത്ത കഴിവ്,
കോടിക്കണക്കിന് ബീജങ്ങളിലെ ഒരു ബീജമായിരുന്ന നിങ്ങളെ നിങ്ങളുടെ ഉമ്മാന്റെ ഗർഭപാശയത്തിന്റെ 3 ഭിത്തികൾക്കുള്ളിലുള്ള അണ്ടത്തോട് കൂട്ടിയോജിപ്പിച്ച് ഈ കാണുന്ന പവറിൽ, ഈ കാണുന്ന ഭംഗിയിൽ നിങ്ങളെ ഒരുത്തിയ റബ്ബിന് നിങ്ങളെപ്പറ്റി കൃത്യമായ ധാരണയുണ്ട്. നിങ്ങൾ ഏത് നിലക്ക് ജീവിക്കണം, നിങ്ങൾ എവിടേക്ക് മടങ്ങണം. ജീവിതം ഒരു യാത്രയാണെന്നും നാളെ പടച്ച റബ്ബിന്റെ അരികിലേക്കുള്ള മടക്കം പോലും നിശ്ചയിച്ചിട്ടുണ്ട്. ഞാനെപ്പം മരിക്കണം അല്ല രേഖപ്പെടുത്തി കഴിഞ്ഞു. ഈ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എപ്പം മരിക്കണം അല്ല നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതാണ് റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. മിൻഹാ ഖലഖനാകും, നിങ്ങളെ ഞാൻ ആ മണ്ണിൽ നിന്നാണ് കൊണ്ടുവന്നതെങ്കിൽ, വഫീഹാ നുഈദുകും, ആ മണ്ണിലേക്ക് തന്നെ നിങ്ങൾ മടങ്ങും. എത്ര പണം കയ്യിലുണ്ടാവട്ടെ, എത്ര വലിയ ജോലി നേടട്ടെ, എന്തൊക്കെ ദുനിയാവിൽ സമ്പാദിച്ചവരാകട്ടെ, എത്ര പവറിലും പത്രാസിലും ജീവിച്ചവരാവട്ടെ, എത്ര ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ധരിച്ചവരാവട്ടെ, വഫീഹാ നുഈദുകും, നാളെ ഈ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ അയച്ചു വെച്ച് 3 വെള്ള തുണിയിൽ പൊതിയുന്നൊരു ദിവസം വരും. നാളെ ഈ പാറിപ്പറക്കുന്ന മുടി 3 വെള്ള തുണിന്റെ ഉള്ളിലേക്ക് മാടിയൊതുക്കുന്ന സമയം വരും. നാളെ പടപടാ പൊട്ടിച്ചോടിയ ബൈക്കിന് പകരം 6 അടി മയ്യത്തിന്റെ കട്ടിലിലേക്ക് കിടക്കേണ്ടി വരും. കെട്ടുന്നിരുന്ന സപ്രമഞ്ച കട്ടിലിൽ ചാരിയിരുന്ന് TV കണ്ട അവനവന്റെ വീട്ടിന്റെ ഷർവാണി കട്ടിലുകളിൽ നിന്ന് 6 അടി ഇരുട്ടിന്റെ മണ്ണിലേക്ക്, പള്ളിക്കാട്ടിലേക്ക്, ആ മണ്ണിലേക്കുള്ള മടക്കമാ നിങ്ങൾക്കല്ല നിശ്ചയിച്ച് ആ മടക്കത്തിലേക്കാ നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സഞ്ചാരം അല്ല നിശ്ചയിക്കുന്ന സമയം മണ്ണിന്റെ അടിയിലേക്ക് ഞാനും നിങ്ങളും എത്തും. അവിടെ അള്ളാഹു വെച്ച് നീട്ടിയ ജീവിതത്തെ പറ്റി അള്ളാഹു തആല കൃത്യമായി ചോദ്യം ചെയ്യും. അതുകൊണ്ട് ആ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, അശ്ശാബു ശുഅബത്തുൻ മിനൽ ജുനൂൻ, നിങ്ങളെ യൗവനം എന്നുള്ളത് ഭ്രാന്തമായൊരവസ്ഥയാ. ശരീരം വളരും, നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും വളരും. ചില മക്കളെ പറ്റി രക്ഷിതാക്കൾ പറയാറില്ലേ, 10ാം ക്ലാസ് വരെ എന്റെ കുട്ടി, എന്റെ മോള് നല്ല കുട്ടിയാ, പക്ഷേ സ്കൂൾ മാറിയപ്പോ പിന്നെ എന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു. കാരണം യൗവനത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്ന കാലം 13 മുതൽ 20 വരെ ടീനേജ് പ്രായം, 13, 14, 15, ആ ടീനേജ് പ്രായത്തിൽ ഭ്രാന്തമായൊരവസ്ഥയിലൂടെയാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തിനോടും താല്പര്യം, ഏതിനോടും ആവേശം. അവിടെ ആ ജീവിതം നശിപ്പിക്കാൻ പിശാച് കൃത്യമായ തന്ത്രം മെനയുന്നുണ്ട്. ആ തന്ത്രത്തിൽ പെട്ടുപോകുന്നുണ്ട് പല മക്കളും. ആ തന്ത്രത്തിലെ ഏറ്റവും വലിയ ഒരു തന്ത്രം നിങ്ങളുടെ കൂട്ടുകാരനെ ഗുണമില്ലാത്തതാക്കി തരിക എന്നുള്ളതാണ്. നമ്മളെ കൂട്ടുകാര് ഒരു ഗുണം ഉണ്ടാവൂല, ഒരു വക്തിന് പോലും നിസ്കരിക്കാൻ പ്രേരിപ്പിക്കാത്ത കൂട്ടുകാരൻ, നമ്മളെ യൗവനത്തെ നശിപ്പിക്കാൻ ശൈത്താനിൽ നിന്ന് ഈ ലോകത്ത് നമ്മൾ പരീക്ഷിക്കപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം സൗഹൃദങ്ങളെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി കണ്ടെത്തണം. ഇന്ന് പലരും പറയാറുണ്ട്, എന്താ നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പിന്റെ അടയാളം? ഇടക്കിടക്ക് പപ്സും ഇടക്കിടക്ക് ലൈമും വാങ്ങിത്തരും, ഇതാണോ സൗഹൃദം? അല്ലെങ്കിൽ യൂട്യൂബുകളിലോ ഇൻസ്റ്റഗ്രാമുകളിലോ ഇന്ന ലൈക്ക് ചെയ്യും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുക്കും, ഇതാണോ സൗഹൃദം? അല്ലെങ്കിൽ ടെലഗ്രാമിൽ പുതിയ പുതിയ മൂവീസുകൾ അയച്ചു തരും. ഇത്ര ക്വാളിറ്റിയുള്ളൂ പല കൂട്ടുകാരനും. എന്റെ ഓരോ മക്കളും ഒന്ന് ആത്മാവിനോട് ചോദിക്ക്, ഒരു വക്തിന് നമുക്ക് പള്ളി പോകണ്ടേ എന്ന് ചോദിച്ച് കൂടെ കൂട്ടാത്ത കൂട്ടുകാരനാണെങ്കിൽ നിങ്ങളെ ശത്രുവാണ് ആ കൂട്ടുകാരൻ. ഒരു കൂട്ടുകാരനെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ, ഒരു ഹൈസക്കിന് കൊണ്ടുപോകാൻ, ഒരു ഖുർആൻ ഓതാൻ, ഒരു ജമാഅത്തിൽ പങ്കെടുപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലേ? നിങ്ങളെ കൂട്ടുകാരന്റെ ശത്രുവാ നിങ്ങൾ.